ഉണ്മയമീയുലകിൽ കാൺമതുമായ വിൺമഹിമധന സകലതുമായ ഉണ്മയമീയുലകിൽ കാൺമതുമായ വിൺമഹിമധന സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതം പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതം പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ പൂക്കളെ പോലെ. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്ര നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാഗ പിരിഞ്ഞിനി പോകും. 7 10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സതു നിനച്ച കഷ്ടത മാത്രം. 7 10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി. ശോകമരുഭൂവിലല്ലോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി. ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു അടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം. കേവലമേ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തദേശം. കേവലമേ പാരിടമോ വെറും പരദേശം. മൺമയമാംഗീയുല കാൺമതുമായ വിൺമഹിമ ധനസുഖങ്ങൾ സകലതുമായ. വിൺമഹിമ ധനസുഖങ്ങൾ സകലതുമായ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 12-ാം തീയതി ഏപ്രിൽ മാസം 2026 എന്നുള്ള ദിനത്തിൽ സ്വാഭാവികമായി ഞങ്ങൾക്ക് ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചുരുക്കം പേരെ ദൈവസന്നിധിയിലുള്ളൂ. ദൈവവചനം പറയുന്നത് 2 3 പേരെന്ന്. എന്നാൽ പസ്മോസ് ദ്വീപിൽ യോഹന്നാനായിരുന്നപ്പോൾ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിലായി. പുള്ളി ഒറ്റയ്ക്കേ ഉണ്ടായുള്ളൂ. അതും വചനത്തിൻ്റെ ഒരു തെളിവാണ്. എല്ലാവരും വിചാരിക്കുന്നത് 2000 3000 500 1000 100 200 ഒക്കെ ആൾക്കാരുണ്ടെങ്കിലേ ദൈവസാന്നിധ്യം ഇറങ്ങില്ല. ചുമ്മാതാ, അതൊക്കെ വെറുതെ ചുമ്മാ പറയുക. പാസ്റ്റർമാർ ചുമ്മാ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു വെച്ചിരിക്കുക. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. 2 3 പേരുടെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാനുണ്ട്. അത് ദൈവവചന വ്യവസ്ഥ പ്രകാരം കൂടി വന്നാൽ ഉണ്ട്, അതുമില്ല, അല്ലെങ്കിൽ അതുമില്ല. എന്നാൽ എനിക്ക് കിട്ടിയ പരിജ്ഞാനം അതാ. ദൈവവചന വ്യവസ്ഥ പ്രകാരം ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം അനുസരിച്ച് ആ വ്യവസ്ഥകൾ പാലിച്ച് അനുസരിച്ച് അതൊന്നും അനുസരിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുക. രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ആ വാഞ്ചയുണ്ടെങ്കിൽ അത് കർത്താവ് നമ്മളെ കുടിപ്പിക്കുമെന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരാഗ്രഹം വേണം ഉള്ളിൽ. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എല്ലാം അനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരികയില്ല. എന്നാൽ അതിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതിനെ ആഗ്രഹിക്കണം, താല്പര്യപ്പെടണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ചെവിയില്ലാഞ്ഞിട്ടാണോ? മനസ്സ് വെച്ച് കേൾക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പലർക്കും ദൈവവചനം കേൾക്കാനും പഠിക്കാനും ധ്യാനിക്കാനും മനസ്സില്ല, താല്പര്യമില്ല. സമയമുണ്ടെങ്കിലും ആ സമയം വ്യർത്ഥമായ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കനത്ത വില നമ്മൾ കൊടുക്കേണ്ടി വരും കാഹളം ധ്വനിക്കുമ്പോൾ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ
കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി പുതിയ നിയമം തന്നെ വായിക്കണം, പഠിക്കണം. പഴയ നിയമം നേരിലായിട്ട് വായിച്ച് പഠിച്ചോ കൊടുകൂടെ പോയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ചാലേ നമുക്ക് നിത്യതയിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മാർഗവും വേറെ ഇല്ല. ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കാനായിട്ട് റൂട്ട് മാപ്പുകളുണ്ട്, ഗൂഗിൾ മാപ്പുണ്ട്. എന്നിട്ടും യാത്ര ചെയ്ത് ചാണാക്കുഴിയിലും കണ്ടത്തിലുമൊക്കെ വന്ന് ചാടിയ ചരിത്രങ്ങളുണ്ട് താനും. മരിച്ചുപോയ ചരിത്രങ്ങൾ വരെയുണ്ട്. എന്നാൽ ദൈവവചനം ശ്രദ്ധയോടെ വായിച്ച് അത് കേട്ട് അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവന് നിത്യതയിലേക്ക് പോകാൻ യാതൊരു തടസ്സവുമില്ല. എബ്രായലേഖനം പഠിക്കുമ്പോൾ ജീവനുള്ളൊരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നമുക്കൊരു പുതിയ വഴി തുറന്നു തന്നിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും. അതൊന്നും ആർക്കും വേണ്ട. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതികഥ, സങ്കല്പകഥ, കർണരസമാകുമാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാരിങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ സാധാരണ പറയുന്ന പോലെ ആൾ കൂടുന്നിടത്തൊന്നും പാമ്പ് ചാകത്തില്ല. പാമ്പിനെ തല്ലിക്കൊല്ലാൻ നല്ല വൈഭവമുള്ള 2 പേര് വടിയുമായിട്ട് നിന്ന പാമ്പ് ചാവും. ഒരാൾ പാമ്പ് കയറിയ വീട്ടിൽ ഓടിക്കൂടിയുണ്ടൊന്നും പാമ്പ് ചാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യത പ്രാപിക്കാമെന്നുള്ള ഉറപ്പ് തരിക, ഗ്യാരണ്ടി തരിക. ഞങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം നമ്മളതാണല്ലോ പഠിപ്പിക്കുന്നത്. നിത്യജീവൻ്റെ വഴി അവരാണ് തുറന്നു തന്നിരിക്കുന്നത്. പത്രോസിനോട് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അത് നിറവേറിയോ? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിറവേറിയോ? പഠിക്കേ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 പേര് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ആയ ദൈവവചനം കൊണ്ട് പ്രസംഗിച്ച് എന്ത് ചെയ്തു? തുറന്ന് അതിലോട്ട് കയറ്റി 3000 പേര് ഒറ്റടിക്ക്. അതിനുശേഷം 5000, പിന്നെ അങ്ങനെ കൂടി കൂടി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പം താക്കോല് പത്രോസിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കയ്യിലാണ്. വചനം അവരുടെ കയ്യിലാണ്, ശുശ്രൂഷ അവർക്കാ. നിരപ്പിൻ്റെ വചനവും അവർക്ക്, നിരപ്പിൻ്റെ ശുശ്രൂഷ അവർക്ക്, മറ്റാർക്കുമില്ല. അവരെങ്ങനെ നിരപ്പിച്ചു, അവരെങ്ങനെ വചനം പറഞ്ഞു എന്ന് നമ്മൾ കേട്ടനുസരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പരുങ്ങലിൽ തന്നെ. ഞാനത് പറഞ്ഞ് വേഗത്തിൽ വിഷയത്തിലേക്ക് വരിക. നമുക്കറിയാം, വലിയ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഡേറ്റിൽ എൻ്റെ കണക്കൂട്ടൽ ശരിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങൾ 2-3 രാഷ്ട്രങ്ങൾ ചേർന്ന് എന്ത് ചെയ്യുക? വലിയ ചർച്ച നടത്തുക. അവർ പറയുന്നത് ഇസ്രയേലാണ് ഭീകര രാജ്യം, അമേരിക്കയാണ് ഭീകര രാജ്യം. സുബോധമുള്ളവൻ, വെളിവുള്ളവൻ അത് പറയത്തില്ല, അത് വിശ്വസിക്കത്തില്ല. കാരണം നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമുക്കറിയാമല്ലോ. നമ്മൾ ഇസ്ലാമിനെതിരല്ലെന്നേ. ഇസ്ലാം അതിൻ്റെ തത്വങ്ങളൊക്കെ ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ദ്രോഹിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നേ. ഇത് വേറെ ചില കുബുദ്ധികൾ അല്ലെങ്കിൽ സാത്താൻ്റെ കടന്നുകയറ്റം അവിടെയും കയറിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റിതര മതക്കാരെ കൊല്ലുമ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. ഇപ്പൊ ഈ തീവ്രവാദികളുടെ തലയിൽ സാത്താൻ കുത്തിവെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മദ്യവും മദിരാക്ഷിയൊക്കെ കിട്ടും എന്ന് ഏതോ ഒരു പിശാച് പറഞ്ഞത് വിശ്വസിച്ചാണ് ഈ പാവങ്ങൾ മരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഖുമൈനി എന്ന് പറഞ്ഞ ആ വൃദ്ധനായ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു പയ്യൻ ആ പുള്ളിയോട് വന്ന് ചോദിച്ചു, എനിക്ക് രക്തസാക്ഷിയാകണം. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഒന്ന് വളർന്ന് വലുതായിട്ട് നിനക്ക് രക്തസാക്ഷിയാകാം. ഈ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ വല്ലതും മനസ്സിലായിട്ടാണോ ഈ വിളിച്ചു പോകുന്നത്? മനുഷ്യനെ കൊന്നിട്ടാണോ രക്തസാക്ഷിയാകുന്നത്? സാത്താൻ്റെ കൈകടത്തൽ ഭയങ്കരമാണ് ദൈവമക്കളെ. ലോക മനുഷ്യനെ സാത്താൻ തെറ്റിച്ചിട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പദം വെളിപ്പാട് 12-ന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 12-ന്റെ 9.
വെളിപ്പാട് 12:9 വായിച്ച് അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്? സർവഭൂമിയെയും തെറ്റിച്ച് കളയുന്ന, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്, സാത്താനുമെന്ന മഹാസർപ്പം. മതി, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക. തെറ്റിപ്പോകാതെന്ത് ചെയ്യിക്കണം? തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാമെങ്കിൽ തെറ്റിപ്പോകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ സത്യവചനം, പത്യവചനം അത് തിരിച്ചറിഞ്ഞ് ദൈവശക്തി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. വെളിപ്പാട് 20 ഒരു പ്രസ്താവനയുണ്ട്, അതുകൂടി ഒന്ന് വായിച്ചു കേൾപ്പി. അത് എപ്പോഴും ഞാൻ പറയുക, അത് പല പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ടായി പറയുന്നേ. ഹല്ലേലൂയ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. എന്തിനാ ചങ്ങലയിട്ടെ? 3-ാം വാക്യം. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. വെളിപ്പാട് 20:9 വെളിപ്പാട് 20:3 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എന്തിനാ മുദ്രയിട്ടത്? എന്തിനാ അടച്ചുപൂട്ടിയത്? ജാതികളെ തെറ്റിക്കാതിരിപ്പാൻ. ദൈവപുത്രനായ യേശുക്രിസ്തു പ്രാവചനിക നിവൃത്തി എന്നവണ്ണം 1000 ആണ്ട് ഈ ഭൂമിയെ രാജാവായി ഭരിക്കുമ്പോൾ, താനും തൻ്റെ ജനവും കൂടി ഭരിക്കുമ്പോൾ, നമ്മളും പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഭരിക്കുമ്പോൾ ഈ ലോകത്താണ് ഭരണം നടത്തുന്നത്, ഈ ഭൂമിയിലാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആത്മശരീരമുള്ളവരായിരിക്കും. അപ്പോൾ ജാതികളായിട്ടുള്ള മനുഷ്യർ ജഡശരീരത്തിൽ തന്നെ ആയിരിക്കും. അവരെ തെറ്റിച്ച് കളയാതിരിക്കുവാൻ. അപ്പോൾ ഈ 2 വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പെന്തക്കോസ്തുകാർ കണ്ണ് തുറന്ന് ഈ വാക്യങ്ങളൊന്ന് കാണുകയും ഇതൊന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുകയും സംഗ്രഹിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയുക. ഈ ലോകത്തെ മനുഷ്യരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുക സാത്താൻ. പെന്തക്കോസ്തുകാരായ നമ്മളെ സാത്താൻ വഞ്ചിക്കരുത്. സാത്താൻ തന്ത്രശാലിയാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഉള്ള ശക്തി അവനാ, മനുഷ്യനല്ല. നമ്മൾ സുബോധമുള്ളത്തോടെ അതൊന്ന് മനസ്സിലാക്കണം. നമ്മളെയൊക്കെ എടുത്ത് 6 അടിക്കാൻ അവന് നിസ്സാരം കഴിയും, നാം പ്രമാണത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ. നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് വളരെ ഡീപ്പായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാനിത്. ഈ വിഷയങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ജാതികളെ വഞ്ചിക്കുകയും ജാതികളെ തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടശക്തിയാണ് ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 യോഹന്നാൻ 5:19 സർവ്വലോകം ദുഷ്ടൻ്റെ അതിലേക്ക് കിടക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം, ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവം ഇപ്പോൾ സാത്താനാണ്. 190 രാഷ്ട്രങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. അവരുടെ ലീഡർമാരെല്ലാം കരങ്ങളിലെടുത്ത് നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അല്ല. ദൈവാത്മാവ് മനുഷ്യനെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്, അതിന് പ്രമാണമുണ്ട്. ചുമ്മാ ഒന്നും ദൈവാത്മാവ് ഒരു മനുഷ്യനെടുത്ത് ഉപയോഗിക്കത്തില്ല. പാസ്റ്റർമാർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേക്തം വന്നിട്ടുണ്ട്. അഭിഷേക്തനൊന്നുമല്ല, സാത്താൻ്റെ അഭിഷേക്തന്മാരാണ് വന്നേക്കുന്നത്. എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? കാരണം അവിടെ വായിന്ന് വരുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നേ. വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ഒരു വലിയ മീറ്റിംഗ് നടന്നു. ഞാനത് ശ്രദ്ധിച്ചു. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു മെസ്സേജും അവിടെ കേട്ടില്ല. ഏതാനും ചില വാക്യങ്ങൾ പറഞ്ഞതല്ലാതെ സഭ ശരീരമാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ തലയും സഭയും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നും അവിടെ പ്രസംഗിച്ച് കേട്ടില്ല. ഞങ്ങളൊക്കെ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും ആർക്കും വേണ്ടല്ലോ. പപ്പടം പഴം പായസം കൂട്ടി തിരുമി ആരെങ്കിലും കുറേ ചാപ്പാടും തന്ന് എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തി അവിടെ ഈയൽ കൂടുന്ന പോലെ കൂടും ജനം. കൂടിക്കോ, അവസാനം കാഹളം ധ്വനിക്കുമ്പോൾ റിസൾട്ട് സ്വത്രം നമ്മൾ മനസ്സിലാക്കും.
എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. ഇനി ക്ഷാമം വരാൻ പോവുകയാണ്, ഭൂകമ്പം വരാൻ പോവുകയാണ്. ലോകത്തിന് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത പോലെ പ്രശ്നങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ തമ്മിൽ കടിച്ച് കീറുകയാണ്. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം അവിടെ ഇവിടെ ഉണ്ട്. ജാതിയോട് ഷിയയും സുന്നിയും ഇസ്ലാം വർഗങ്ങളല്ലേ. അവർ കണ്ണി കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ വെടിവെച്ചു കൊല്ലുമല്ലോ. എന്താ അത് കാര്യം? ജാതിയോട് എതിർക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പ്രവചന നിവൃത്തിയാണത്. യുദ്ധമുണ്ടാകുമെന്ന് പറഞ്ഞ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 13 യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നെന്ന് അവർ പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. എണ്ണിപ്പറക്കി എടുക്കുമ്പോൾ നമുക്കത് കിട്ടുമോ കണക്ക്? ഇതൊക്കെ വചന നിവൃത്തിയാ. അതേ വചനം തന്നെ പറയുന്നു, ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതിൻ്റെ നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് വരികയും ചെയ്യും, സഭയെ ചേർക്കുകയും ചെയ്യും. കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിച്ച് ജീവിച്ചു കൊള്ളേണമെന്ന് ഞാൻ പിന്നെയും തന്നെയും ഇടപെടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ കേട്ടനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇല്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും. ചീഞ്ഞളിഞ്ഞ സിനിമാ നടന്മാർ ചത്തു കഴിയുമ്പോൾ, നടികളും നടന്മാരും ചാകുമ്പോൾ ഇവിടുത്തെ സിനിമാ ലോകം പറയുന്നത് എന്താ? കനത്ത നഷ്ടമാണ്. ഒരു നഷ്ടവുമില്ല. പോയത് തന്നെ നന്നായി. കുറേ പേരെ കൂടി നരകത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ കുറേ പെട്ടെന്നങ്ങ് പോയി. എന്നാൽ കനത്ത നഷ്ടം ദൈവപുത്രനായ യേശുക്രിസ്തു സഭയെ ചേർക്കാൻ മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ടിംഗ്ലിംഗ് ആൻഡ് ഓഫ് ഐ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ കാഹളം ധ്വനിച്ച് വിശുദ്ധന്മാർ ചേർക്കുമ്പോൾ ഞാനും നീയും കൈവിടപ്പെട്ടു പോയാൽ അതാണ് കനത്ത ദുഃഖം, അതാണ് വേദനാജനകം, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. മാനവജാതി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ദുഃഖം വിശ്വാസികൾ കൈവിടപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ ഞെരിഞ്ഞമരുന്നതാണ് ലോകത്തിൽ മാനവജാതി അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുഃഖം. ഞാൻ കുറച്ചൊക്കെ വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ, ഞങ്ങളെ വന്ന് മൂടുവിൻ എന്ന് പറയുമ്പോൾ, മരണം കൊതിക്കും മരണത്തെ അന്വേഷിക്കും എന്നൊക്കെ പുസ്തകം പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറയും മരണം കൊതിക്കും മരണം അന്വേഷിക്കും. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങളാണോ? ഒരു മനുഷ്യൻ മരണം അന്വേഷിക്കുന്നത്, മരണം കൊതിക്കുന്ന നല്ല കാര്യം. ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പെന്തക്കോ സമൂഹമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വേണം ഇനിയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കാൻ. ഇല്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും നമ്മൾ. ഞാനത് പിന്നെയും പറയുക. ഈ പറയുന്ന ആരോടാ? ഞാൻ എന്നോട് തന്നെ പറയുക. എന്നിട്ടാണ് നിങ്ങളോടും പറയുന്നത്. അല്ലെ, ദൈവദിനം പഠിപ്പിച്ച ദേവദാസം പറയാറുണ്ട്, ആദ്യമൊക്കെ നിങ്ങൾ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക. അപ്പോൾ ഞാൻ പുള്ളിക്ക് എന്നാ പറ്റി? പ്രായമായതുകൊണ്ട് വല്ല തലയ്ക്ക് വല്ല വെളിവിട്ടോ? കണ്ണാടി മുമ്പിൽ നിന്നിട്ട് നീ നിന്നോട് തന്നെ ആദ്യം പ്രസംഗിക്കാൻ, എന്നിട്ട് നീ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയെന്ന്. എങ്ങനെയുണ്ട്? കാരണം വചനം കോട്ടിക്കളയുകയും കൂട്ടിച്ചേർക്കുകയും മറിച്ച് കളയുകയും ചെയ്യുന്ന നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ആദ്യം പ്രസംഗിക്കുക. വചനം തുറന്നു വെച്ച് നാം നമ്മോട് തന്നെ പ്രസംഗിക്കുക, മറ്റുള്ളവരും പ്രസംഗിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകയില്ല. സകലവും തകിടം മറിയും. ആ തെസ്സലോനിക്ക ലേഖനത്തിൽ അവർ സമാധാനം എന്ന് പറയുമ്പോൾ, ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് രക്ഷപ്പെടാൻ പഴുതുകളുണ്ടാകയില്ല. സഹോദരങ്ങളെ, പലരും വിചാരിച്ചിരിക്കുന്നത് കർത്താവ് വരുമ്പോൾ നമുക്ക് ഒരുങ്ങാന്ന്. നടക്കില്ല. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടി മണിയറയിൽ പ്രവേശിച്ചു എന്നാണ് 25:10 മത്തായി പറയുന്നത്. 5 കന്യകാരും 5 ബുദ്ധിയുള്ള കന്യന്മാരും 5 ബുദ്ധികെട്ട കന്യന്മാരും കുറിച്ചുള്ള ഉപമയിൽ പറയാൻ ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടി പോയി. അതുകൊണ്ട് പെന്തക്കോ സമൂഹം ഒരുങ്ങിയിരിക്കുക, ദൈവമക്കൾ ഒരുങ്ങിയിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് മുൻപോട്ട് പോകുന്ന നാം ഒരുങ്ങിയിരിക്കുക, ഉണർന്നിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എനിക്ക് ഈ യുദ്ധവുമായിട്ടുള്ള വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട്. മിക്കവാറും ഒരു ക്ലിപ്പ് അങ്ങനെ അങ്ങ് പോകുമെന്നാണ് തോന്നുന്നത്. എന്നാലും സാരമില്ല. സഖരിയാ പ്രവാചകൻ്റെ പുസ്തകം, അതിനു മുമ്പ് പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഇവിടെ ഇപ്പോൾ വായിക്കും, ഉറച്ചു വായിക്കണേ. പ്രവൃത്തി പുസ്തകം 3:18 മുതൽ. ദൈവമോ ക്രിസ്തു കഷ്ടമനുഭവിക്കും.
ആ എന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. പത്രോസിന്റെ ശക്തമായൊരു പ്രസംഗമാണ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണ ഈ വാക്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനമാക്കുന്ന കാലം വന്നുകൊണ്ടിരിക്കുകയാണിത്. ദൈവവചനത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളൊക്കെയും യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കണ്ണു തുറന്ന് കാണണേ. മനോരമ പത്രം വായിക്കുന്ന പോലെ, മംഗളം വായിക്കുന്ന പോലെ വേദോസ്തം വായിക്കാതെ നന്നായി വചനം വായിച്ച് പ്രാർത്ഥിച്ച് അനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. ഇല്ലെങ്കിൽ കനത്ത നഷ്ടം സംഭവിക്കും. പേടിപ്പിക്കുകയല്ല, ഇതെനിക്കും കൂടി പറയുന്ന ദൂതാണ് ഞാൻ. നമ്മുടെ പൊട്ടത്തരങ്ങളും അവിവേകങ്ങളും മൂഢത്തരങ്ങളെല്ലാം വിട്ട് തിരുവചന സത്യങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരണം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും നന്നായി തിരിച്ചറിയണം. പിശാചിൻ്റെ ശക്തി കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന പല സംഘങ്ങളും സംഘടനകളും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവശക്തിയും പിശാചിൻ്റെ ശക്തിയും തിരിച്ചറിയണം. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2:1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഞാനിപ്പോൾ പറഞ്ഞ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് അത് വായിക്കാൻ പറയും. 2 തെസ്സലോനിക്കർ 2:1 മുതൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരന്മാരെ, പ്രത്യക്ഷതയും സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ, എൻ്റെ വാക്കൊന്നുകൂടി കൂട്ടിച്ചേർക്കുക, ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിൽ ലേഖനത്താലോ പ്രസംഗത്താലോ, എൻ്റെ കൂട്ടിച്ചേർപ്പ പ്രസംഗത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏത് വിധേനയും ചതിക്കരുത്. മതി. ഇനി അടുത്ത് മത്തായി 24:24 വായിച്ചേ. ആരും ഏത് വിധേനയും നിങ്ങൾ ചതിക്കരുത്. ഇന്നത്തെ പ്രസംഗങ്ങൾ നല്ലൊരു ശതമാനം ചതിയാ, വഞ്ചനയാ. കാരണം കർത്താവ് പഠിപ്പിച്ചതുപോലെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിക്കുന്നില്ല. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ട് ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുകയും ആരെയും ഗണ്യമാക്കാത്തവരും ആരുടെയും മുഖം നോക്കാതെയും കർത്താവ് വചനം പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചു. ഇന്നത്തെ പഠിപ്പിക്കലൊക്കെ ആരെയൊക്കെയോ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള പഠിപ്പിക്കലാണ്. മത്തായി 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവേ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് മതി. അപ്പൊ ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും തെറ്റിപ്പോകരുത്, നിങ്ങളെ തെറ്റിച്ചു കളയരുത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയണം. അറിഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. ഇന്ന് തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയാനായിട്ട് ആരും തുനിയുന്നില്ല എന്നൊരു വലിയ പരാതി എനിക്കുണ്ട്. വല്ലയിടത്തൊക്കെ വല്ലവരും പ്രസംഗിച്ച് വെക്കുന്നതൊക്കെ വെട്ടി വിഴുങ്ങി ജീവിക്കുക. അപകടം മണത്തോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആര് പ്രസംഗിച്ചാലും, സാംബാസ് പ്രസംഗിച്ചാലും, ഏത് പാത്തർ പ്രസംഗിച്ചാലും ഈ ബെരോബയിലെ വിശ്വാസികളെ പോലെ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അതെടുക്കരുത്. കനത്ത നാശമായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ കർത്താവ് പറഞ്ഞതുപോലെ ഉള്ള പ്രസംഗങ്ങളും ഉപദേശങ്ങളും മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. ഇന്ന് അതിനെ മറിച്ച് കളയുക, കൊട്ടിക്കളയുക, കൂട്ടിച്ചേർക്കുക. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടായി പറയുന്നേ. ഹല്ലേലൂയ. ഈ യുദ്ധം നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അത് വായിച്ച് നിങ്ങളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ
മുമ്പോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 897 പേജ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സെഖര്യാ പ്രവചനം 12-ാം അധ്യായത്തിലെ വാക്യം, ചില വാക്യങ്ങളോട് വായിച്ച് നമുക്ക് വിഷയത്തിലേക്ക് ഇവിടെ യൂദരുടെ ലേഖനമാണ് ഇവിടെ പഠന വിഷയം. പ്രവാചക വാക്യം, ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിലെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരൂശലേമിൻ്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്ക് വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യെരൂശലേം എന്നുള്ളതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം. 56-57 മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ 56-57 രാഷ്ട്രങ്ങൾക്കും അവരുടെ തലവേദന യെരൂശലേമാണ്. അത് ഇന്നും തുടങ്ങിയതല്ല. അബ്രഹാമിൻ്റെ കൊച്ചു കൂടാരത്തിൽ ഇസ്മയേലും ആ ഇസഹാക്കും കൂടി പാർക്കുന്ന സമയത്ത് 13 വയസ്സോളം സ്തോത്രം ഇസ്മയേലിന് വരും. അന്ന് 3-4 വയസ്സ് വരുന്നു നമ്മുടെ ഇസഹാക്ക്, സാറയുടെ കുഞ്ഞിന്. ആഗാറിൻ്റെ കുഞ്ഞും സാറയുടെ കുഞ്ഞും കൂടി ഒരു കൂടാരത്തിൽ പാർത്തപ്പോൾ അവിടെ തുടങ്ങിയ വൈര്യമാണ്, അവിടെ തുടങ്ങിയ ശത്രുതയാണ് ഇന്ന് വരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു വിരാമം സ്വർഗത്തിലെ ദൈവമല്ലാതെ, അത് ട്രംപ് വിചാരിച്ചാലും പണ്ട് ക്ലിൻ്റൺ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം വരുത്തിയിട്ടേ പോവുള്ളൂ എന്ന്. നിക്സൺ വിചാരിച്ചാലും, അമേരിക്കയുടെ പ്രസിഡന്റുമാർ വിചാരിച്ചാലും, ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രികൾ ആരും നടക്കില്ലെന്നേ. ഇവിടെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നേ. ഇവരെ ഒന്നും ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതിൻ്റെ പിന്നിലൊക്കെ പിശാച് കിടന്ന് കളിക്കുക. പിശാചിനെ ഒതുക്കാൻ ആർക്കാ കഴിയുക? ഇവിടെ തിരുവനന്തപുരത്തുള്ള സഹോദരൻ പറഞ്ഞു, പിശാചിനെ ഞാൻ എരിച്ചു കളയുന്നു, പൊരിച്ചു കളയുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, നാണം കെടുത്തുന്നില്ല. പൊരിക്കാനും എരിക്കാനും ഒന്നും ആർക്കും ഇവിടെ അനുവാദം കൊടുത്തിട്ടില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചൊരു ദൂതൻ വന്ന് ചങ്ങലയുമായി പിശാചിനെ ബന്ധിക്കുമ്പോൾ പിശാച് ബന്ധിക്കപ്പെടും. അതുവരെയും പിശാച് ആരുടെയെങ്കിലും മേത്ത് കയറിയാൽ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ച് പുറത്താക്കാം. അല്ല അതിനെ പൊരിക്കാനും എരിക്കാനും തിന്നാനൊന്നും പോണ്ട. ഞാൻ സാധാരണ എൻ്റെ പ്രസംഗ ഭാഷയെ പറയാറുണ്ട്, എരിക്കുകയും പൊരിക്കുകയും ചെയ്യുന്നവനെ പൊരിച്ചങ്ങ് തിന്നോ, അപ്പം നിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും സാത്താൻ. എന്ത് കണ്ടോണ്ടായി പറയുന്നത്? എരിച്ചു കളയുന്നു, പൊരിച്ചു കളയുന്നു, ചുമ്മാ അങ്ങ് പറഞ്ഞോളുമല്ലേ. വേദോസ്തവത്തിൻ്റെ ABCD മനസ്സിലാക്കിയിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. ഞങ്ങളൊക്കെ വർഷങ്ങളായി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നും വല്ലതും തീർന്നിട്ടുണ്ടോ? ചാകുന്നവരെയും പഠിച്ച് തീരത്തില്ല സഹോദരങ്ങളെ. അതുപോലെ കിടക്കുക വചന വിഷയം. യെരൂശലേമിലെ സകല ജാതികൾക്കും പരിഭവപാത്രമാക്കി വയ്ക്കും. ഇപ്പം അതല്ലേ സംഭവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അനസ്തേഷ കൊടുക്കേണ്ട, അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഒരു തീവ്രവാദിയെ യഹൂദനെന്ന് പറഞ്ഞാൽ മതി, അതാ യഹൂദി എന്ന് പറഞ്ഞാൽ മതി, അവൻ ബോധം കെട്ടോളും താനെ. പിന്നെ അവൻ ഓപ്പറേഷൻ ചെയ്യാം. അത്ര പേടിച്ചിരിക്കുക, വരണ്ടിരിക്കുകയല്ല. ഏത് സമയത്താണ് എന്ത് ചെയ്യുമെന്നറിയത്തില്ല. പാകിസ്ഥാനാണ് ഭീകരന്മാർക്ക് താവളം ഒരുക്കുന്ന ഒരു രാജ്യം. അവിടെ വെച്ച് ചർച്ച നടക്കുന്നതോട് യഹൂദം പറയാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അവിടെ എടുക്കുന്ന ഡിസിഷൻ ഞങ്ങൾക്ക് വിഷയമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വളക്കൂറുള്ള 2 മണ്ണുകളാണ്, ഒന്ന് ഇറാൻ്റെ മണ്ണും പാകിസ്ഥാൻ്റെ മണ്ണും. ഭീകരന്മാർക്ക് തഴച്ചു വളരാൻ. ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല കേട്ടോ. മുസ്ലിം നല്ല മനുഷ്യർ, നല്ലവരാണവർ. അതിലൊരു വിഭാഗം ഈ ഭീകരന്മാരുണ്ടെന്നുള്ളതാണ്. അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഈ ഭൂമിയിൽ സമാധാനം നടക്കും. അത് ഈ ലോകത്തിൽ ആർക്കും അവരെ മാറ്റാനും പറ്റത്തില്ല. അതൊക്കെ ആത്മീയ വിഷയങ്ങളാണ്. കാര്യം മനസ്സിലാക്കാതെ നമ്മൾ കിടന്ന് ചുമ്മാ അതും പറയരുത് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കുക. വചനം പറയുന്നു യെരൂശലേമിനെ പരിഭ്രമപാത്രമാക്കും, സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും, ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. സെഖര്യാ 12:6 അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. ഓ എൻ്റെ ദൈവമേ,
ഇതെന്താ ഇത് എഴുതി വെച്ചേക്കുന്നത്? സഖരിയാവ് 12:6 എന്താ എഴുതി വെച്ചേക്കുന്നത്? യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. ഹമാസിൻ്റെയും ഹിസ്ബുള്ളുടെയും നേതാക്കൾ എന്ന് പറയാൻ ആരുമില്ല. ഇറാൻ്റെ പരമോന്നത നേതാവ് ആരുമില്ല. എല്ലാം പോയി നരകത്തിൽ. നമുക്കറിയാം അത്. നമ്മൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി പറയുക. ഇതൊരു വിമർശനമല്ല, വിലയിരുത്തലാണ്, പഠിപ്പിക്കലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയാണ്. ഈ 12-ാം അധ്യായം സസൂക്ഷ്മം നിങ്ങൾ വായിച്ചു പഠിക്കുക. എനിക്കതൊന്നും പറയാൻ സമയമില്ല, സമയം ഒത്തിരി പോയി, വിഷയത്തിലേക്ക് നമ്മൾ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ 12-ാം അധ്യായം വായിച്ചു പഠിച്ചോണം. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന ചരിത്രം വരെ ഇവിടെ പറയുന്നുണ്ട്. അത് ഗോഗ് മാഗോഗ്. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ നല്ല ഫുൾ ഫോമിൽ നിൽക്കുക. എന്നാൽ ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ഇറാൻ്റെയും തുർക്കികളുടെയും സുഡാൻ്റെയും അതുപോലെ കുറേ അറബ് രാജ്യങ്ങൾ, കുറേ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഗോഗ് മാഗോഗ് എന്ന വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. അന്ന് അവർ കുത്തിയവങ്കിലേക്ക് നോക്കാൻ വേണ്ടി യെരൂശലേം പർവ്വത നിരകളിൽ അവർക്കെതിരെ ശക്തമായ യുദ്ധം നടത്തും. അന്ന് സ്തോത്രം യഹൂദൻ 3-2 തകർന്ന് തരിപ്പണമാകും. അപ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. നോക്കിക്കഴിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രകൃതിക്ഷോഭത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ യുദ്ധം ചെയ്ത് തമ്മിത്തല്ലിയും ഇവർ ചാകും. ഇവരുടെ ഈ പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ, ഈ ബുദ്ധിജീവികളുടെ മൃതദേഹങ്ങൾ മൃഗങ്ങൾ തിന്നും. പക്ഷികൾ കൊത്തി പറിച്ച് തിന്നും. മൃഗങ്ങൾ രക്തം കുടിക്കും, കടിച്ചു കീറി തിന്നും. ഇസ്രയേൽ പർവ്വത നിരകളിൽ ഒരു വലിയ ശ്മശാന ഭൂമി അവർക്ക് വേണ്ടി ഒരുക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മാന്യ ശ്രോതാക്കൾ അത് നന്നായിട്ട് വായിച്ച് പഠിച്ചുകൊള്ളുക. ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇന്ന് കാണുന്ന ഈ യുദ്ധങ്ങൾ. ഇസ്രയേലാണ് ലോകത്തിൻ്റെ തലവേദനയായിട്ട് നിൽക്കുന്നത്. അത് വചനം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പ്രവാചകന്മാർ, ലോകം അടിച്ചു നോവിച്ച പ്രവാചകന്മാർ, നിരക്ഷരപുക്ഷികളായ പ്രവാചകന്മാർ, എഴുത്തും വായനയും അറിവില്ലാത്ത പ്രവാചകന്മാർ, അവർ ആത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 3000-4000 വർഷങ്ങൾക്ക് മുൻപ്, സുമാർ 3500-4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ എഴുതി വെച്ച പ്രവചന നിവൃത്തികളാണ്. വിശേഷാൽ യെഹെസ്കേൽ പ്രവാചനം, സഖരിയാവ്, അതുപോലെ ആമോസ്, അതുപോലെ പല മീഖ, അതുപോലെ പല പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ, ദാനിയേൽ പ്രവാചകം, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ഇവരെല്ലാം പറഞ്ഞ പ്രവചന നിവൃത്തികളാണ് കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് വരുമെന്നും പ്രവചനം തന്നെയുണ്ട്. അത് നിറവേറാൻ പോവുക. നമ്മൾ ഒരുക്കം പൂർത്തീകരിക്കുക. ഉണരുക സഭയെ. ഇല്ലെങ്കിൽ കനത്ത നഷ്ടം സംഭവിക്കും. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. സ്തോത്രം.